നമ്മൾ മനുഷ്യർ ദുഃഖത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദുഃഖത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും സംസാരിക്കാൻ എന്താണ് ഇവിടെ ഉള്ളത്? ഏത് ഇന്ദ്രിയാനുഭവത്തിലും ആനന്ദമുണ്ട്. പക്ഷെ ഈ ആനന്ദം നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖം നമ്മളെ സ്പർശിക്കുന്നില്ല. അതേ സമയത്ത് അവിടെ ആനന്ദവും ഉണ്ട്. ഈ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദുഃഖമുണ്ടാകുമ്പോൾ ജ്ഞാനത്തിൽ ജീവിക്കുമ്പോഴാണ് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത്. ജീവിതമെന്ന് പറഞ്ഞാൽ സന്തോഷവും സന്തോഷമില്ലായ്മയും ചേർന്നതാണ്. സന്തോഷം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഈ ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കണം. ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ദുഃഖത്തിൽ നിന്ന് ഒളിച്ചുവിടാൻ നോക്കുമ്പോൾ ആ ദുഃഖം അവിടെ ശക്തമാവുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ ദുഃഖത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ദുഃഖത്തിന് പിന്നിൽ ആനന്ദമുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ ജ്ഞാനം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ താരതമ്യം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജ്ഞാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തെ ശാന്തമാക്കാൻ ഇതിന് കഴിയുമെന്ന് അറിയുന്നത്. ദുഃഖമുണ്ട്. ദുഃഖത്തിന് ഒരു കാരണം ഉണ്ട്. ബുദ്ധൻ പറയുന്നത് അതേപോലെ ദുഃഖത്തിൽ നിന്ന് മോചനവും ഉണ്ട്. പല കാരണങ്ങളുണ്ട് ദുഃഖത്തിന്. ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാട് ചെറുതാകുമ്പോൾ അവിടെ ദുഃഖമുണ്ട്. എന്നാൽ കാഴ്ചപ്പാട് വിശാലമാകുമ്പോൾ അവിടെ ദുഃഖം ഇല്ല. ലോകം കണ്ട പുണ്യാത്മാക്കളെ എടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യം, അവർ നടന്നു പോകുന്ന വഴികളിൽ ദുഃഖമുണ്ടായിരുന്നു. പക്ഷെ അവർ ആനന്ദത്തിലായിരുന്നു. ദുഃഖം അവരെ സ്പർശിച്ചിരുന്നില്ല. അവർ ആനന്ദത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, സ്നേഹത്തിൽ, ശാന്തിയിൽ അലിഞ്ഞ് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ അടുത്ത് വന്ന് അവരുടെ സാന്നിധ്യത്തിൽ സമാധാനപ്പെട്ട് മടങ്ങി. ഇവിടെ ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ നിന്ന് മോചിതനാകണമെങ്കിൽ ജ്ഞാനത്തിൽ ജീവിക്കണം. ജ്ഞാനത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത്. നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം മറ്റൊരാളെ വിഷമിപ്പിക്കണമെന്ന് ഇല്ല. അതേപോലെ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം മറ്റൊരാളെ സന്തോഷിപ്പിക്കണമെന്ന് ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാട് ഏത് രീതിയിലാണോ അതിനനുസരിച്ചാണ് നമ്മൾ വേദന അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ കാഴ്ചപ്പാടിനെ നമ്മൾ വിശാലമാക്കണം. അപ്പോഴാണ് സമാധാനം നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതേപോലെ നമ്മൾ എല്ലാ ഘടകങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. സർവ്വ ജീവജാലങ്ങളുമായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ട്. ഒരു ചെടി, ഒരു പൂവ്, അതിൻ്റെ സുഗന്ധം, അതേപോലെ ഒരു പുഞ്ചിരി, അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, കീടങ്ങൾ, എല്ലാ ഘടകങ്ങളും നമ്മളുമായിട്ട് ആണ് ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷമെന്ന് പറയുന്നത്, നമ്മുടെ ദുഃഖമെന്ന് പറയുന്നത്
ആ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് അവരും സന്തോഷിക്കണം. സർവ്വ ജീവജാലങ്ങളും സമാധാനത്തിലാകുമ്പോഴാണ് നമുക്കും സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ ജീവിതത്തിലാണ് ശാന്തത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതേപോലെ ജനനവും മരണവും ഇവിടെ ഉണ്ട്. അത് ഒരു നിത്യമായിട്ടുള്ള സത്യമാണ്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള ആ ഒരു മൗനത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ മൗനം അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അതായത് ചിന്തകളും വാക്കുകളും സങ്കല്പങ്ങളും അടങ്ങിയിട്ടുള്ള അവസ്ഥ, ഇല്ലാതായിട്ടുള്ള അവസ്ഥ. നമ്മൾ മരണത്തെ ഭയപ്പെടുന്നുണ്ട്. അടുത്ത തലമുറയിലൂടെ നമ്മൾ ജീവിക്കുമെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മരണം നമ്മളെ ഭയപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ ശരിക്ക് നന്നായിട്ട് സമാധാനപ്പെട്ട് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതായത് ജനനത്തിലൂടെയും മരണത്തിലൂടെയും സർവ്വ ജീവജാലങ്ങളും കടന്നു പോകുന്നുണ്ട്. ഈ ഞാനും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം. ഇവിടെ എല്ലാ ഘടകങ്ങളും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു വസ്തുവിനെ പോലും നമുക്ക് തെറ്റായിട്ട് കാണാൻ കഴിയില്ല, താരതമ്യം ചെയ്യില്ല, വിലയിരുത്തില്ല. കാരണം ആ വസ്തുവിനോട്, ആ ഒന്നിനോട് നമുക്ക് വളരെയധികം ആദരവ് തോന്നും. കാരണം ആ വസ്തുവും അത് എത്ര നിസ്സാരമാണെങ്കിലും അത് എൻ്റെ ഭാഗമാണ്, അതിൻ്റെ വേദന എൻ്റെ വേദനയാണ്. ഇതാണ് ജ്ഞാനം നമ്മളോട് പറയുന്നത്. ഈ ജ്ഞാനത്തിൽ ജീവിക്കുന്ന സമയത്താണ് നമുക്ക് ആ പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഒരു ശിഷ്യൻ ധ്യാനിച്ച് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കാറ്റ് വന്നു മരങ്ങളിലെ ഇലകൾ അനങ്ങി ശബ്ദമുണ്ടാക്കി. ആ സമയത്ത് ശിഷ്യൻ കണ്ണു തുറന്നു. ശിഷ്യൻ പറഞ്ഞു, ആ കാറ്റ്, ആ ശബ്ദം എൻ്റെ ധ്യാനത്തെ മുടക്കി. അപ്പോൾ ഗുരു പറഞ്ഞു, ആ ശബ്ദമല്ല നിൻ്റെ ധ്യാനത്തെ മുടക്കിയത്, കാറ്റല്ല നിൻ്റെ ധ്യാനത്തെ മുടക്കിയത്, ആ കാറ്റ് നിൻ്റെ മനസ്സെന്താണെന്ന് കാണിച്ചു തരികയാണ് ചെയ്തത്. അതായത് ഗുരു പറഞ്ഞു, നിൻ്റെ മനസ്സ് ശാന്തമാകുമ്പോൾ ആ കാറ്റല്ല നിൻ്റെ ധ്യാനത്തെ മുടക്കിയതെന്ന് നിനക്ക് അറിയാൻ കഴിയും. കാരണം ആ കാറ്റും ആ മരവും അതിൻ്റെ ഇലകളും ആ ശബ്ദവും നിൻ്റെ തന്നെ ഭാഗമാണ്, അത് നീയാണ്. ആ തിരിച്ചറിവിൽ നിനക്കുണ്ടാകുമ്പോഴാണ് നിൻ്റെ മനസ്സ് ശാന്തമാവുന്നത്. അതായത് നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമാണ് ഈ ലോകം ശാന്തമാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ അറിവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്, അതായത് ജീവിതത്തെ ശാന്തമാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതം വളരെ മനോഹരമാണ്. ആ മനോഹരിത നമ്മൾ അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ അത് ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ദുഃഖമുണ്ട്, ദുഃഖത്തിന് ഒരു കാരണമുണ്ട്. അതേപോലെ എന്താണ്, ആ ദുഃഖത്തിൽ നിന്ന് മോചനവും ഉണ്ട്. അപ്പോൾ കാരണത്തെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന മനസ്സ് വിശാലമായി കഴിഞ്ഞാൽ
അവിടെ ദുഃഖത്തിന് കടന്നു വരാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിലുള്ള ജീവിതം ജീവിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ